നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മൾ അവരോടൊപ്പം ഗായത്രി അമ്മയുടെ നാട്ടിലേക്ക് പോകുന്നത് പാർവതിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അവൾ അങ്കിളിനെ ബ്രെയിൻ വാഷ് ചെയ്തു. അതിന്റെ ഇമ്പാക്റ്റ് ആണ് അച്ഛമ്മയുടെ പേരും പറഞ്ഞ് അങ്കിള് നമ്മളെ ഇവിടെ തഴഞ്ഞത്. ഇതില് പാർവതിയുടെ ഇടപെടലുണ്ടാവൂ? അതിലെന്താ ഇപ്പൊ ഇത്ര സംശയം? ഉണ്ട്, പാർവതിയുടെ ഇടപെടലുണ്ട്. നീ ഇതിനെക്കുറിച്ചൊരു സൂചനയെങ്കിലും നൽകിയിരുന്നെങ്കിൽ അവളുടെ പ്ലാൻ ഞാൻ പൊളിച്ചേനെ. നമ്മൾ അവൾക്കൊപ്പം ആ ഗ്രാമത്തിലോട്ട് പോയേനെ. ഞാൻ മുൻകൂട്ടി സൂചന തന്നിരുന്നെങ്കിലും ഇവിടെയൊന്നും നടക്കാൻ പോകുന്നില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞ? അമ്മയുടെ വോയിസിനൊന്നും ഇപ്പൊ പഴയ പോലെ ഒരു വിലയുമില്ല. അതമ്മയ്ക്ക് മനസ്സിലാവുന്നില്ലേ? മനസ്സിലായില്ലെങ്കിലേ ഇനിയെങ്കിലും അമ്മ അതൊന്ന് തിരിച്ചറിയണം. ജാസ്മിൻ, കേൾക്കുമ്പോ വിഷമം തോന്നുന്നുണ്ടാവല്ലേ? വിഷമം തോന്നിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞതാ സത്യം. അമ്മ ഇപ്പോ ഇവിടെ ആർക്കും ഒരു വിലയുമില്ല. വായ പോയ കോടാലിക്ക് തുല്യ അമ്മയ്ക്കിപ്പോ ഈ വീട്ടിലെ സ്ഥാനം. വെറും ഒരു പാഴ്വസ്തു. അതുകൊണ്ടാ ഗായത്രിയമ്മയുടെ നാട്ടിലേക്ക് പോവാൻ ഒരുങ്ങിയപ്പോ അത് വേണ്ട എന്ന് അമ്മയുടെ പൊന്നാങ്ങള അമ്മയെ മനഃപൂർവ്വം വിലക്കിയത്. ശരിയാ, നീ പറഞ്ഞത് തന്നെയാ സത്യം. ഞാനിതുവരെ ഒരു മൂഢസ്വർഗത്തിലായിരുന്നു. ഇപ്പോഴാ എനിക്കിത് ബോധ്യപ്പെട്ടത്. എനിക്കിവിടെ ഒരു വിലയില്ല അല്ലേ ജാസ്മിൻ? ഒരു സ്ഥാനവുമില്ല അല്ലേ? ഇല്ല. അമ്മ വിഷമിക്കേണ്ട. ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും? ഇത് എനിക്കും കൂടി അവകാശമുള്ള വീടല്ലേ? ഇവിടെ എനിക്കൊരു സ്ഥാനമില്ലെന്ന് പറഞ്ഞാ അത് ഞാൻ എങ്ങനെ സഹിക്കും? ഞാനിവിടെ വലിഞ്ഞേറി വന്നൊന്നും അല്ലല്ലോ. ഈ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരു അംഗം തന്നെയല്ലേ. ഏട്ടനെ പോലെ തന്നെ എന്നെ ഇവിടെ ഉള്ളവര് മാനിക്കേണ്ടതല്ലേ? അമ്മേ, അങ്കിളിന് തുല്യം തന്നെ അമ്മയെയും ഈ കുടുംബത്തിലെ എല്ലാവരും ബഹുമാനിക്കും. അമ്മയ്ക്കും ഈ ഫാമിലിയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം ലഭിക്കുകയും ചെയ്യും. പക്ഷേ ആ സ്ഥാനം നേടിയെടുക്കണമെങ്കിൽ ഇനി ഞാൻ പറയുന്നത് പോലെ അമ്മ പ്രവർത്തിക്കണം. ഞാൻ എന്ത് വേണം? നീ പറ. നീ പറയും പോലെ ഞാൻ എന്ത് ചെയ്യാം? വിശാലിന്റെ അച്ഛനൊപ്പം തന്നെ തുല്യ അവകാശം അമ്മയ്ക്കും ഈ വീടിലും സ്വത്തുക്കൾക്കും ഉണ്ടെന്നും ആയതിനാൽ ആ അവകാശത്തിൽപ്പെട്ട വസ്തുക്കൾ അമ്മയുടെ പേരിൽ നിയമപരമായി വീതം വെച്ച് തരണമെന്നും ആവശ്യപ്പെട്ട് ഒരു വക്കീൽ നോട്ടീസ് അമ്മയുടെ സഹോദരന്റെ പേരിൽ എത്രയും പെട്ടെന്ന് അയക്കണം. അതായത് അവരാ ഗ്രാമത്തിൽ നിന്നും മടങ്ങിയെത്തുമ്പോ വിശാലിന്റെ അച്ഛന് ആ നോട്ടീസ് കിട്ടിയിരിക്കണം. എന്താ, അതിനമ്മയ്ക്ക് ധൈര്യമുണ്ടോ? എനിക്കെന്തിനു ധൈര്യക്കുറവ്? എനിക്ക് അവകാശപ്പെട്ട പ്രോപ്പർട്ടീസ് എന്റെ പേരിലേക്ക് പാർട്ടീഷൻ ചെയ്ത് തരണമെന്ന് ആവശ്യപ്പെടുന്നതിന് ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? എങ്കിലേ എത്രയും പെട്ടെന്ന് അമ്മ അതിനുവേണ്ടി മൂവ് ചെയ്യണം. തീർച്ചയായും. ഈ കാര്യത്തില് ഇനി ഒരു ഡിലേ എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഈ സുശീല ആരാന്ന് അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. എന്റെ അവകാശം നിയമപരമായി തന്നെ ഞാൻ നേടിയെടുത്തിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.